പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, ഇപ്പൊ കേരളത്തിൽ ഇരുന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവികാസങ്ങളിലും എങ്ങനെയായിരിക്കണം ഒരു ഇടതുപക്ഷ പാർട്ടി ഇടപെടേണ്ടത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നിർമ്മിക്കുകയും ആ കാഴ്ചപ്പാടിനെ ഒപ്പം സമൂഹത്തെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളത്. പക്ഷെ ഭരണത്തിൽ കയറുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? ഭരണമാണ് പ്രധാനപ്പെട്ടത് എന്ന് വരികയും പാർട്ടിയുടെ ഐഡിയോളജി അല്ലെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ആവശ്യമല്ല എന്ന് കരുതപ്പെടുകയും ചെയ്യും. അങ്ങനെ ഭരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും മറ്റ് നേതാക്കളും ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളും അവരുടെ തെറ്റായ പ്രവണതകളും അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലിപ്പടയായിട്ട് പാർട്ടിക്കകത്തുള്ള പ്രവർത്തകർ മാറിത്തീരുകയും ചെയ്യുന്ന സമയത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് നമ്മൾ കണക്കാക്കും. അതുകൊണ്ടാണ് ആത്മാവില്ലാത്തൊരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവില്ലാത്ത പാർട്ടിയായിട്ട് മാറുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന പ്രതിഭാസം ജനങ്ങളിൽ നിന്നില്ലാതായി പോകും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ആരും ജീവിക്കുന്നില്ല, പാർട്ടിക്ക് വേണ്ടി ആരും മരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ നേരത്തെ, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് പഴയ കാലത്തൊക്കെ രക്തസാക്ഷികളുടെ ആ രക്തസാക്ഷിത്വത്തിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി ഊർജം കൊള്ളുകയും അതേപോലെ മുന്നോട്ട് കുതിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അവര് മുന്നോട്ട് വെച്ചിരുന്ന ഒരു മാതൃക ഉണ്ടായിരുന്നു. ആ മാതൃക എന്ന് പറയുന്നത് എന്താണ്? ധാർമ്മികമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മാതൃകയായി. ആ മാതൃകയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇലക്ഷൻ വരും, ഇലക്ഷനിൽ ചിലപ്പോൾ തോൽക്കും, പരാജയപ്പെടും. പക്ഷേ ഇലക്ഷനിൽ എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഐഡന്റിറ്റി, അതിന്റെ സ്വത്വത്തിനെ ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. പ്രൊഫസർ കെ വി തോമസ് എന്തിനാണ് അദ്ദേഹത്തെ ഈ പാർട്ടി ചുമക്കുന്നത്? എന്തിനാണ് ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപ അയാൾക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അയാൾ അധികാരാർത്ഥിയുടെയും അതേപോലെ അഴിമതിയുടെയും ഒരു സമ്പൂർണ്ണ മുഖമാണ്. ആ മുഖത്ത് CPM പോലുള്ള ഒരു പാർട്ടി ചുമന്നുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഈ CPMന്റെ സ്ഥിതി എന്താണ്? ചുമക്കുന്നവൻ വരെ നാറും എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള അവസ്ഥയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരിടത്ത് മാത്രമല്ല നിൽക്കുന്നത്, എല്ലാ മേഖലകളിലും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴാണ് രാഷ്ട്രീയ സാംസ്കാരികമായിട്ടുള്ള അധാർമികതയുടെ പ്രതീകമായിട്ട് പാർട്ടി മാറ്റി. അപ്പൊ പാർട്ടിക്ക് പിന്നെ ഒരു നിയമവ്യവസ്ഥയില്ല, അതിനൊരു മൂല്യ വ്യവസ്ഥയില്ല. നമ്മളൊക്കെ ചീത്തയായി തീരാൻ സാധ്യതയുള്ള ആളുകളാണ്. നമ്മൾക്കൊക്കെ വേണമെങ്കിൽ അഴിമതി ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വജനപക്ഷപാതത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവണത ഉണ്ടാകാം. പക്ഷെ ആ പ്രവണതയൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത്, നമ്മളെ കൊണ്ട് നിയന്ത്രിപ്പിക്കുന്നത് എന്താണ്? ഒരു മൂല്യവ്യവസ്ഥയാണ്. അത് പാർട്ടിയുടെ മൂല്യവ്യവസ്ഥയാണ്. പക്ഷെ പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ കയറിയിരുന്ന് ഈ മൂല്യവ്യവസ്ഥയെ പിച്ചി ചീന്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രണ സംവിധാനം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അപ്പോഴാണ് അധികാരാർത്ഥിയുടെ പിന്നാലെ ഈ ആൾക്കൂട്ടം മുഴുവനായിട്ട് പോകാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ ഈ കേട്ട വാർത്തകൾ എന്ന് പറഞ്ഞതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന സംഭവങ്ങളായിരിക്കാം, പക്ഷെ അതുപോലെയാണ് മുഴുവൻ എന്ന് സാമാന്യവൽക്കരിച്ചില്ല എങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം എന്ന് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യം.